into 3 is equal to 6. 6 divided by 3. നിങ്ങൾ ദിബു ഞാൻ കണക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ദൂരെ പോ, ശല്യം ചെയ്യാതെ ദൂരെ പോ. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. ഈ മുടിഞ്ഞ ട്രാൻസ്ഫർ കാരണം മാസം സ്കൂൾ മാറ്റി അവന്റെ പഠിത്തവും നിങ്ങൾ അവതാളത്തിലാക്കി. എന്നാ 4 ലക്ഷം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതും ഇല്ല. നാൽക്കാലികളെ ആരും നീന്താൻ പഠിപ്പിക്കാറില്ല. തലച്ചോറുള്ള അച്ഛന്റെ മോനാവുമ്പോ എല്ലാവരും തനിയെ പഠിച്ചോളും. എന്റെ ഗീതേ, നീ എനിക്ക് കുറച്ച് സ്വയം താ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുക ഞാൻ ഇവിടെ. എന്നെക്കാളും മോനേക്കാളും വലിയ കാര്യം എന്തോന്നാ നിങ്ങൾക്ക്? യൂണിഫോം ഇട്ട് ലാത്തിയും വീശി തെക്കോടക്ക് നടക്കാന്നല്ലാതെ ഒരു വീട്ടിലേക്ക് വേണ്ട വല്ല സഹായം ദാമൂട്ടം ചെയ്യുന്നുണ്ടോ? തുണി അലക്കാനും വീട് വൃത്തിയാക്കാനും അടുക്കളയിൽ കിടന്ന് തലകുത്തി മറിയാനും ഞാനൊരാൾ മാത്രം. എന്നാ നാളെ മുതൽ ഇൻസ്പെക്ടർ പണിയും അടുക്കളപ്പണിയും തുണിയലക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്യാം. പറ്റിയാൽ നമ്മുടെ അടുത്ത കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുകയും ചെയ്യാം. ഭഗവാനെ, കവിത കുറച്ചു കാലായിട്ട് അസുഖം ഇല്ലായിരുന്നല്ലോ. നിക്കട്ടെ. ആകാശച്ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി. വട്ട് ചിട്ടിക്കാരെ ശേഖരപ്പിള്ളയുടെ മോൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പോലീസ് അസോസിയേഷൻ വാർഷികത്തിന് ഞാനിത് വായിക്കുമ്പോൾ കലാബോധമുള്ള ആളുകൾ കൈയടിക്കും. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആകാശച്ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി. പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ടാപ്പൊന്നിൻ പത്തര മാറ്റും, മർത്യൻ തന്നെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവിക്കിന്നും എന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ. പട്ടച്ചരട് എങ്ങനെയാ പൊട്ടിപ്പോയത്? അത് നിന്റെ മുത്തച്ഛൻ ചിട്ടിക്കാരെ ശേഖരപ്പിള്ളയോട് ഞാൻ ചോദിക്കണം. അന്ന് ഓഗസ്റ്റ് 15 ചൊല്ലാൻ വേണ്ടി അച്ഛൻ മോന് വേറൊരു കവിത എഴുതി തന്ന ഓർമ്മയില്ലേ? അമ്മേ, അത് ചൊല്ലി തീർന്നതും ഹെഡ് മാസ്റ്റർ എന്നെ തല്ലി. ഒരുത്തനും തല്ലിയില്ല. തല്ലി അച്ഛാ. എന്തിനാ ഇങ്ങനെ പൊട്ട കവിത വലുത് പറ്റിയോ? സോറി ദാമോട്ടാ. നോക്കട്ടെ. ഭഗവാനെ, ചോര. നോക്കട്ടെ ദാമോട്ടാ, അവിടെ നിക്ക് ദാമോട്ടാ, നോക്കട്ടെ. CBI-ക്കാരെ വെട്ടിച്ച് കടക്കാൻ ശ്രമിച്ച ഒരു പിടികിട്ടാ പുള്ളിയെ പിടിച്ചു. ഒരു സംഘടന വേണ്ടി വന്നു. പുള്ളിയെ തിരിച്ചേൽപ്പിച്ചപ്പോ CBI-ക്കാരുടെ തല താഴ്ന്നു പോയി. നന്ദി കൊണ്ടേ. ആ പൂവാലിനെ മുറിയിലോട്ട് കൊണ്ടുപോവാ. ഇറങ്ങി വാടാ. ഇനി പറ, കേരളത്തിൽ എവിടെയൊക്കെ താൻ ചാത്തനേറ് നടത്തിയിട്ടുണ്ട്? അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കവിതയല്ല സാർ. കവിതയോ? ഉവ്വ്. ഞാൻ ആ കവിത ചൊല്ലുമ്പോ സാറ് ചിലപ്പോ ഞെട്ടും. ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരാത്മാവിനോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോ സാറ് വിശ്വസിച്ചില്ലല്ലോ. ഇന്നലെ രാത്രിയിൽ അതേ ആത്മാവ് സാറിന്റെ കിടപ്പുമുറിയിലുണ്ടായിരുന്നു. ബാലകൃഷ്ണ, പിന്നെയും നീ നോൺസെൻസ് സംസാരിച്ചാൽ ഞാൻ കടുത്ത രീതിയിൽ പ്രതികരിക്കും. ആകാശച്ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലെന്നോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി. പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ടാപ്പൊന്നിൻ പത്തര മാറ്റും, മർത്യൻ തന്നെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവിക്കെന്നും എന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ. സാർ, പോലീസ് മേളയുടെ ഡേറ്റ് അറിയിപ്പിച്ച ഞാനും വരാം സാർ. സാർ ഇത് സ്റ്റേജിൽ പാടുന്ന എനിക്കും കാണണം. സോമ, ഇവനെ ഇന്നലെ രാത്രി ലോക്കപ്പ് നിറക്കി വിട്ടോ? ഇല്ല സാർ. ഭാര്യ എത്ര എതിർത്താലും സാർ ഇനിയും കവിത എഴുതണം. സാറിന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് അത്യന്താധുനിക കവിതയ്ക്ക് കിട്ടിയ ചെറിയൊരു അടിയാണെങ്കിലും സാറ് പിന്മാറൻ. പിന്നെ ഭാര്യയും കുറ്റം പറയാനൊക്കത്തില്ല. സാറ് പ്രകോപിപ്പിച്ചോണ്ടല്ലേ സാറിനെ അവർ പിടിച്ച് തള്ളിയത്. മുറിവിന് ആരം കൂടുതലുണ്ടോ സാർ? എന്താണ് ഭഗവാൻ ഇതൊക്കെ? സാർ ഇനിയെങ്കിലും ഇത് വിശ്വസിക്കണം. എന്റെ കൂടെയുള്ള ആത്മാവിന്റെ ശരീരത്തെ ആരോ ആക്രമിച്ച് നശിപ്പിച്ചാണ്. ആ അക്രമിയെ കണ്ടുപിടിക്കാൻ സാറിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. സത്യം പറ, എന്റെ കവിത താൻ എവിടുന്ന് കണ്ടു? ഇന്നലെ രാത്രിയിൽ വീട്ടിലിരുന്ന് സാർ എഴുതിയ കവിത ലോക്കപ്പിൽ കിടന്നുകൊണ്ട് ഞാനെങ്ങനെ കാണാനാ? ആദർശനായ എന്റെ സുഹൃത്താണ് എല്ലാം കണ്ടത്. ആൻ ഇൻവിസിബിൾ മാൻ ക്യാൻ ഗോ എനിവെയർ ആൻഡ് സീ എവറിത്തിങ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ തെളിവ് ഇനിയും തരാം. സാറിന്റെ നെറ്റിയിലെ ഈ മുറിവ് കണ്ട് സാറിന്റെ ഭാര്യ അന്താളിച്ചതും മാപ്പ് പറഞ്ഞതും പിന്നീട് കോംപ്രമൈസായി കട്ടിലിൽ ഒരുമിച്ച് ഒരു സാറ് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ പ്രേതം ആള് മാന്യനായതുകൊണ്ട് ബാക്കി കാണാൻ നിന്നില്ല. മൈ ഗോഡ്,
എവിടെ ഉണ്ടോ തന്റെ പ്രേതം? ഇടിച്ച് ഞാൻ അവന്റെ... ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ദാ ഇവിടെ. സത്യമാണോടോ ഇതൊക്കെ? സത്യമാണ് സാർ. അപ്പോ അയാളെന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടെന്നാണോ? ദേ വടി വടി പോലെ മുമ്പിൽ തന്നെ നിപ്പുണ്ട്. ഇപ്പൊ സാർ അവന്റെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞു. ഇപ്പൊ സാറ് വയറ്റിലാണ് കുത്തിയത്. അയ്യോ. ആ, അത് വടി നെഞ്ചിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നെഞ്ചിലെത്തി, അതിപ്പോ കഴുത്തിന്റെ ഭാഗത്തെത്തി കഴിഞ്ഞു. ഇപ്പൊ സാറ് വടി കൊണ്ട് കുത്തി അവന്റെ വായിലാണ്. കണ്ണ് 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 കണ്ണിക്കുത്തല്ലേ, കണ്ണിക്കുത്തല്ലേ. അയ്യോ സാർ, നെറ്റി നെറ്റി നെറ്റി. സാർ, ഓർഡർ പ്ലീസ്. ആ, അതിനുണ്ട് ചായ കൊണ്ടുവാ. ഓ. തന്റെ ഫ്രണ്ട് എങ്ങനെയാ, ചായ ഒക്കെ കുടിക്കോ? നിവർത്തിയില്ലല്ലോ സാർ. ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുകൊണ്ടും അതിന്റെ പ്രോപ്പർ ചാനൽ കൂടിയും ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതൊരു ഉട്ടോപ്പിയൻ കേസാണ്. ഒരു പ്രേതം വന്ന് തെളിവ് നൽകുക, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കൊലപാതകയെ പിടിക്കാൻ പോവുക. എന്നെ എല്ലാവരും മണ്ടെന്ന് വിളിക്കില്ലേ? ഇത് തന്നെ മതി അടുത്ത ട്രാൻസ്ഫറിന്. എന്നാലും ഞാനിതിലൊരു ത്രില്ല് കാണുന്നുണ്ട്. ഇനി ക്ലൂസ് ഒക്കെ പറ. ആരാണ് കൊലപാതകി? എവിടെയാണ് കൊലപാതകി? ഇത് രണ്ടും അറിഞ്ഞൂടാ. ഞാനവനെ കണ്ടതല്ലേ. കണ്ടതുകൊണ്ട് എന്ത് പ്രയോജനം? അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടല്ലോ. എന്താ പറയുന്നത്? അയാളെ കണ്ടിട്ടുണ്ടെന്ന് പറയായിരുന്നു. ആ, കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിക്കേ. ആള് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, എന്നെ പോലെ ഇത്തിരി എടുപ്പൊക്കെ ഉള്ള ആളാണോ? എന്താ എന്താ? അല്ല, സാറിന്റെ അത്ര എടുപ്പില്ല എന്ന് പറയാ. എന്നാലും എങ്ങനെ ഇരിക്കുന്നു ചോദിക്ക്. അല്ല അല്ല ഇയാളല്ല. അല്ല 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 ഇവൻ തന്നെ, ഇവൻ തന്നെ. Is it? Yes. Light ഇട്. ആരാടോ ഇവൻ? ബെഞ്ചമിൻ ബ്രൂണോ, ഏജ് 36, എ നൊട്ടോറിയസ് ക്രിമിനൽ. സാർ, ഇവനൊരു കേസിൽപ്പെട്ട് ഇപ്പോഴിവിടുത്തെ സബ് ജയിലിലുണ്ട്. ഇതിപ്പോ ഏത് കേസിന്റെ കാര്യമാണ് സാർ അന്വേഷിക്കുന്നത്? ഇതൊരു പ്രത്യേകതരം കേസാ. സാധാരണ ഓഫീസേഴ്സ് ഒന്നും പരീക്ഷിച്ചിട്ടില്ലാത്തൊരു പുതിയ പരീക്ഷണം. ആട്ടെ, ഏത് കേസിലാണ് അവന് പകത്ത് കിടക്കുന്നത്? കുഞ്ചക്കര മാമച്ചമ്പത കേസ്. ഒരാഴ്ച ഇതിനകത്താ. വലിയ കാര്യമൊന്നുമില്ല. ഒത്തിരി മാന്യന്മാർ അവന്റെ ബെയിലിന് വേണ്ടി പുറത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒന്നാന്തരം വക്കീലുമാര് തലങ്ങും വിലങ്ങും കേസ് വാദിക്കും. ഒടുക്കം പുഷ്പം പോലെ ബ്രൂണോ തടി തപ്പും. അതാ പതിവ്. ആ, സെല്ലിന് പുറത്തുനിന്ന് സംസാരിച്ചാ പോരെ? അകത്താണ് സൗകര്യം. അത് ഞാനങ്ങനെ പേടികളുടെ ടൈപ്പൊന്നുമില്ല. എവിടെയാണ് തുറക്കണം? എണീക്കടാ, എണീക്കാൻ. ബെഞ്ചമിൻ ബ്രൂണോ അല്ലേ? നീ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് ഞാൻ കേട്ടു. ഞാനൊരു നൊട്ടോറിയസ് പോലീസ് ഇൻസ്പെക്ടറാണ്. 1992 ജനുവരിയിലെ ഒരു തണുത്ത സായാഹ്നം, നഗരവീഥിയിലെ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ഗ്രീൻ സിഗ്നൽ കാത്തുകിടക്കുന്ന ഒരു കാർ. പെട്ടെന്ന് അടുത്ത ട്രാക്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് വന്നു നിൽക്കുന്ന ഒരു ചുവന്ന വാൻ. അതിൻ്റെ ഒരു വശത്തെ ഡോറിന്റെ ഗ്ലാസ് താഴുന്നു. അതിലൂടെ കാറിലിരിക്കുന്ന മനുഷ്യനെ ലക്ഷ്യം വെച്ച് ഒരു റിവോൾവർ പ്രത്യക്ഷപ്പെടുന്നു. കാറിലിരിക്കുന്ന മനുഷ്യൻ ഞെട്ടലോടെ കാർ മുമ്പോട്ട് പായിക്കുന്നു. വാൻ പിന്തുടരുന്നു. ചേസ്. ഒടുവിൽ ഒരു ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കും മട്ടിൽ ആ പാവം മനുഷ്യനെ ഇടിച്ചു കൊല്ലുന്നു. മരിച്ചത് എബി മാത്യു, കൊന്നത് ബെഞ്ചമിൻ ബ്രൂണോ. എതിർക്കാനോ നിഷേധിക്കാനോ പുറപ്പെടണ്ട. എത്രയും പെട്ടെന്ന് കുറ്റം സമ്മതിച്ചാൽ കിട്ടാനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി ഇനിയുള്ള കാലം നിനക്ക് സുഖമായി കഴിഞ്ഞുകൂടാം. പറ, ഇതെല്ലാം സത്യമല്ലേ? പറയടാ, എന്നെ അധികം മെനക്കെടുത്തരുത്. പറയാൻ പറഞ്ഞില്ലെങ്കിൽ